മലപ്പുറം വിരോധത്തിന്റെ പ്രത്യയശാസ്ത്ര പരിസരം. എം അക്ബർ എഴുതിയ ലേഖനത്തിന്റെ 1-ാം ഭാഗം. ശബ്ദം നൽകിയത് താഹിർ അബ്ദുൽ ഖാദർ. പാലക്കാട്, കോഴിക്കോട് എന്നീ ജില്ലകളിലെ ചില ഭാഗങ്ങൾ ഉൾപ്പെടുത്തി 1969 ജൂൺ 16 രൂപീകരിക്കപ്പെട്ടതാണ് മലപ്പുറം ജില്ല. കിഴക്ക് നീലഗിരി മലനിരകളും പടിഞ്ഞാറ് അറബിക്കടലും അതിരായുള്ള സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട 4 നദികളായ ചാലിയാർ, കടലുണ്ടിപ്പുഴ, ഭാരതപ്പുഴ, തിരൂർപ്പുഴ എന്നീ പ്രധാനപ്പെട്ട 4 നദികൾ ഒഴുകുന്ന, പേരന്വർത്ഥമാക്കുന്ന രീതിയിൽ മലകൾ നിറഞ്ഞ പ്രദേശം. 70% മുസ്ലിങ്ങളും 28% ഹിന്ദുക്കളും 2% ക്രിസ്ത്യാനികളും സൗഹൃദത്തോടെയും സമാധാനത്തോടെയും ജീവിക്കുന്ന സ്ഥലം. 94 ഗ്രാമപഞ്ചായത്തുകളിലും 12 മുനിസിപ്പാലിറ്റികളിലുമായി കേരളത്തിലെ ഏറ്റവും അധികം ജനസംഖ്യയുള്ള ജില്ലയാണിത്. അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും മുസ്ലിം ലീഗും ചേർന്ന 1967 സപ്തകക്ഷി സർക്കാർ മലപ്പുറം ജില്ല പ്രഖ്യാപിച്ചതു മുതൽ ജില്ലയോടുള്ള വിരോധം കേരളത്തിനകത്തു നിന്നും പുറത്തുനിന്നും കേട്ടുകൊണ്ടേയിരുന്നിട്ടുണ്ട്. മലപ്പുറം ജില്ലാ വിരുദ്ധ സത്യഗ്രഹ സമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഗാന്ധിയനായ കെ കേളപ്പൻ 1969 ജൂണിൽ നടത്തിയ പ്രസംഗത്തിൽ മുതൽ മലപ്പുറം ഒരു പ്രത്യേക രാജ്യമാണ് എന്ന് പരിഹസിച്ചുകൊണ്ട് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ 2025 ഏപ്രിലിൽ നടത്തിയ പ്രഭാഷണത്തിൽ വരെയുള്ള പരാമർശങ്ങൾ വ്യക്തമാക്കുന്നത് തലമുറകൾ കഴിഞ്ഞിട്ടും ഈ വിരോധം പച്ചയായി നിലനിൽക്കുന്നുവെന്നാണ്. ജില്ലാ രൂപീകരണ കാലത്ത് മലപ്പുറം ജില്ലാ വിരുദ്ധ സമിതി ചെയർമാൻ കെ കേളപ്പനും ജനസംഘം ജനറൽ സെക്രട്ടറി P പരമേശ്വരനും കൺവീനർ O രാജഗോപാലനുമെല്ലാം പറഞ്ഞുണ്ടാക്കിയ ജില്ലയിൽ നീണ്ടുകിടക്കുന്ന കടൽക്കരയിലൂടെ പാകിസ്ഥാനിൽ നിന്നും ചാരന്മാരെത്തുമെന്നും അത് രാജ്യസുരക്ഷയ്ക്ക് ഭീഷണിയാകുമെന്നും മുസ്ലിം ജന്മിമാർ ഹരിജനങ്ങളുടെ ഭൂമി കയ്യേറുന്നതിന് ജില്ലാ രൂപീകരണം നിമിത്തമാകുമെന്നും അമുസ്ലിങ്ങളെ മതപരിവർത്തനം ചെയ്ത് മുസ്ലിങ്ങളാക്കുന്ന പൊന്നാനിയിലെ ഇസ്ലാമിക സംഘടനയുടെ പ്രവർത്തനം വ്യാപകമായി അമുസ്ലിങ്ങൾക്ക് ജീവിക്കാനാവാത്ത അവസ്ഥയുണ്ടാകുമെന്നും ഒരു കുട്ടി പാകിസ്ഥാൻ പിറക്കും എന്നുമെല്ലാമുള്ള ഭീഷണികളിൽ ഒന്നുപോലും യാഥാർത്ഥ്യമല്ല എന്നതിന് അരനൂറ്റാണ്ടായുള്ള ജില്ലാ ചരിത്രം സാക്ഷിയാണ്. എന്നാൽ ജില്ലാ വിരോധത്തിൻ്റെ തീവ്രത കുറയ്ക്കാൻ ഈ സാക്ഷ്യത്തിനൊന്നും കഴിഞ്ഞിട്ടില്ല എന്നതിനുള്ള തെളിവാണ് വെള്ളാപ്പള്ളിയുടെ പുതിയ പ്രസ്താവന. ഈ പ്രസ്താവനകളിൽ മലപ്പുറം ജില്ലാ വിരുദ്ധ സമിതി നേതാക്കളുടെ പ്രസ്താവനകൾ 1969 ജൂൺ 4, 6 തീയതികളിലെ മാതൃഭൂമിയിൽ നിന്നും ജൂൺ 7 ചന്ദ്രികയിൽ നിന്നും, വെള്ളാപ്പള്ളിയുടെ പ്രസ്താവന 2025 ഏപ്രിൽ 5 മാതൃഭൂമിയിൽ നിന്നും എടുത്തവയാണ്. വളരെ വലിയ പാലക്കാട്, കോഴിക്കോട് ജില്ലകൾക്കിടയിൽ ഒരു ജില്ല കൂടി സ്ഥാപിച്ച് സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കുകയും എല്ലാ വിഭാഗം ജനങ്ങൾക്കും സർക്കാർ സേവനം ലഭിക്കുന്ന സ്ഥിതി ഉണ്ടാക്കുകയും വേണം എന്നുള്ള 1960 പാങ്ങിൽ കുറുവ പഞ്ചായത്ത് പ്രസിഡന്റ് PK ബാപ്പുട്ടി മുന്നോട്ട് വെച്ച ആശയം അന്നത്തെ മങ്കട MLA അഡ്വക്കേറ്റ് P അബ്ദുൽ മജീദ് നിയമസഭയിൽ ഉന്നയിക്കുമ്പോൾ നാടിൻ്റെ വികസനം എന്ന ലക്ഷ്യമല്ലാതെ മറ്റൊന്നും അതിനു പിന്നിലുണ്ടായിരുന്നില്ല എന്നാണ് അവരുടെ പ്രസ്താവനകളിൽ നിന്നും മനസ്സിലാവുന്നത്. ജില്ലയ്ക്കു വേണ്ടി നിർദ്ദേശിക്കപ്പെട്ട ഏറനാട്, വള്ളുവനാട് പ്രദേശങ്ങളിൽ ഭൂരിപക്ഷവും മുസ്ലിങ്ങളാണ് എന്ന കാരണം മാത്രമായിരുന്നു മലപ്പുറം ജില്ലക്കെതിരെ നിൽക്കാൻ പ്രമുഖരായ ഗാന്ധിയരടക്കമുള്ളവരെ പ്രേരിപ്പിച്ചത്. കാട്ടുപന്നിയെ കൊല്ലാൻ വെച്ച സ്ഫോടക വസ്തുക്കൾ നിറച്ച പൈനാപ്പിൾ ഭക്ഷിച്ച് പാലക്കാട് ജില്ലയിലെ സൈലന്റ് വാലിക്ക് സമീപം തിരുവിഴാങ്കുന്ന് അമ്പലപ്പാറയിൽ ഗർഭിണിയായ ഒരു ആന ചെരിഞ്ഞപ്പോൾ അത് മലപ്പുറത്താണ് എന്ന് വരുത്തി ജില്ലയെ അപകീർത്തിപ്പെടുത്താൻ ദേശീയ മാധ്യമങ്ങളും നേതാക്കളും കാണിച്ച ആവേശത്തിൻ്റെ പിന്നിലും ജില്ലയിലെ ഭൂരിപക്ഷം മുസ്ലിങ്ങളാണ് എന്ന കാരണമല്ലാതെ മറ്റൊന്നുമല്ല. മലപ്പുറം ജില്ലക്കാർ ആക്രമണോത്സുകരാണ് എന്നും അവർ വിഷം കൊടുത്ത് 100 കണക്കിന് മൃഗങ്ങളെയും പക്ഷികളെയും കൊന്നൊടുക്കിയിട്ടുണ്ട് എന്നുമുള്ള ആനയെ കൊന്ന വാർത്ത വന്ന ഉടനെയുള്ള മേനകാ ഗാന്ധിയുടെയും പടക്കം തീറ്റിക്കൽ ഭാരതീയ സംസ്കാരമല്ല എന്നും മലപ്പുറത്ത് ആനയെ കൊന്ന സംഭവം സർക്കാർ ഗൗരവത്തിലെടുത്തിട്ടുണ്ട് എന്നും ശരിയായ ദിശയിൽ അന്വേഷണം നടത്തി കുറ്റവാളികളെ പിടികൂടാൻ കേന്ദ്രം സമ്മർദ്ദം ചെലുത്തും എന്നുമുള്ള കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രി പ്രകാശ് ജാവേദ്കറുടെയും പ്രസ്താവനകളിൽ നിന്നും ജില്ലാ രൂപീകരണത്തിന് ശേഷം പതിറ്റാണ്ടുകൾ നിരവധി കഴിഞ്ഞിട്ടും കെടാതെ നിൽക്കുന്ന മുസ്ലിങ്ങൾ ഭൂരിപക്ഷമായ ജില്ലയോടുള്ള വിരോധമാണ് വായിച്ചെടുക്കാൻ കഴിയുന്നത്. മനേകാ ഗാന്ധിയുടെ പ്രസ്താവന 2020 ജൂൺ 3 ദി ടൈംസ് ഓഫ് ഇന്ത്യയിൽ ഇങ്ങനെ കാണാം:
Maneka Gandhi tears into Kerala government over elephant's death, says no action taken despite frequent incidents. പ്രകാശ് ജാവേദ്കറുടെ പ്രസ്താവനയെക്കുറിച്ചുള്ള വാർത്ത 2020 ജൂൺ 4 ഇന്ത്യൻ എക്സ്പ്രസിൽ ഇങ്ങനെ കാണാം. നോട്ട് ഇൻ ഇന്ത്യൻ കൾച്ചർ ടു ഫീഡ് ഫയർ ക്രാക്കേഴ്സ് ആൻഡ് കിൽ. പ്രകാശ് ജാവേദ്കർ ഓൺ എലിഫൻസ് ഡെത്ത് ഇൻ കേരള. കേരളത്തിലേക്കുള്ള ഇസ്ലാമിൻ്റെ ആഗമനകാലം മുതൽ നിലനിന്നിരുന്ന ഹിന്ദു മുസ്ലിം സഹവർത്തിത്വത്തിൻ്റെ മഹിതമായ ആദ്യകാല മാതൃകകളിൽ എവിടെയും പരസ്പരമുള്ള വെറുപ്പും വിദ്വേഷവും മലയാള നാട്ടിൽ എവിടെയും കാണുന്നതായി ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുന്നില്ല. മുസ്ലിങ്ങൾ നടത്തിയ സമുദ്രവാണിജ്യം വഴി വ്യത്യസ്ത നാടുകളിലെയും വ്യത്യസ്ത മതങ്ങളിലുള്ളവരും കൂടിച്ചേരുന്ന ഒരു ബഹുസ്വര സമൂഹത്തിൻ്റെ ഉദയമാണ് മലബാറിലുണ്ടായത്. പരസ്പരം കൊണ്ടും കൊടുത്തും കൊണ്ട് ആദ്യകാല മുസ്ലിങ്ങളും ഹൈന്ദവരും തമ്മിലുണ്ടായ സഹവർത്തിത്വത്തെ ഡോക്ടർ MGS നാരായണൻ പരിചയപ്പെടുത്തുന്നത് പരസ്പരാശ്രിത സാമൂഹികത എന്നാണ്. കച്ചവടക്കാരായ മുസ്ലിങ്ങൾക്ക് കടൽ യാത്രയ്ക്ക് കപ്പലുകൾ വേണം. ഹിന്ദുക്കളായ ആശാരിമാർ അതവർക്ക് നിർമ്മിച്ചു നൽകി. മരത്തിൽ അധ്വാനിച്ച് പണിയെടുക്കുന്നവർക്ക് വിയർപ്പ് വറ്റുന്നതിന് മുമ്പ് മുസ്ലിം വ്യാപാരികൾ നല്ല കൂലി കൊടുത്തു. കപ്പലിനൊപ്പം തന്നെ തങ്ങൾക്ക് ആരാധിക്കുവാനുള്ള ഇടങ്ങളും ആശാരിമാരെ കൊണ്ട് വ്യാപാരികൾ നിർമ്മിപ്പിച്ചു. അതിനാൽ ഹിന്ദുക്കളുടെ അമ്പലങ്ങളും മുസ്ലിം പള്ളികളും ഒരേ ആകൃതിയിലുള്ളവയായി. തങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്ക് നല്ല വില നൽകി വാങ്ങുന്ന മുസ്ലിം വ്യാപാരികളോട് കൃഷിക്കാർക്ക് താൽപ്പര്യമായി. മലബാറിലെ ഉൽപ്പന്നങ്ങൾ അന്താരാഷ്ട്ര വിപണിയിലെത്തിച്ച് തങ്ങളുടെ നാട്ടുരാജ്യങ്ങൾക്ക് വരുമാനമുണ്ടാക്കുന്നവരെ ഭരണാധികാരികളും ഇഷ്ടപ്പെട്ടു. മുസ്ലിങ്ങളുടെ ജീവിത രീതിയും ആദർശവും കണ്ട് ഇസ്ലാമിലേക്ക് ആകർഷിച്ചവരെ നാട്ടുരാജാക്കന്മാരും പ്രോത്സാഹിപ്പിച്ചു. മുക്കുവ കുടുംബങ്ങളിലുള്ള ഒരാളെയെങ്കിലും മുസ്ലിമായി വളർത്തണം എന്ന് കൽപ്പന പുറപ്പെടുവിക്കുന്ന ഹിന്ദു രാജാക്കന്മാരുണ്ടായത് ഈ പശ്ചാത്തലത്തിലാണ്. സാമൂതിരിമാരുടെയും കോനാതിരിമാരുടെയും എല്ലാം വിശ്വസ്തരായ പ്രജകളും സഹായികളുമായി വളർന്ന മുസ്ലിങ്ങളുമായി അവർ നല്ല ബന്ധം കാത്തുസൂക്ഷിച്ചു. അങ്ങനെയാണ് കേരളത്തിന് ഹിന്ദു മുസ്ലിം സഹവർത്തിത്വത്തിൻ്റെ മഹിതമായ ആദ്യകാല മാതൃക സൃഷ്ടിക്കാൻ കഴിഞ്ഞത്. വെറുപ്പും വിദ്വേഷവും ഇല്ലാതെ വളർന്നുവന്ന ഈ പരസ്പരാശ്രിത സാമൂഹികതയെ തകർക്കുകയും കേരളത്തിൽ വിദ്വേഷത്തിൻ്റെ വിത്തുകൾ പാകുകയും ചെയ്തത് അധിനിവേശകരായി ഇവിടെ എത്തിയ യൂറോപ്യരായിരുന്നുവെന്ന് നിലമേൽ NSS കോളേജ് ചരിത്ര വിഭാഗം പ്രൊഫസർ S. അജയകുമാർ തെളിവുകൾ നിരത്തി സമർത്ഥിക്കുന്നുണ്ട്. തങ്ങളുടെ കച്ചവട താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയാണ് മുസ്ലിങ്ങളെയും ഹിന്ദുക്കളെയും തമ്മിലടിപ്പിച്ച് കേരളീയമായ സൗഹൃദാന്തരീക്ഷം തകർക്കാൻ യൂറോപ്യൻ ശ്രമിച്ചത് എന്ന ചരിത്രകാരന്മാരുടെ വിശകലനം ശരിയാണെങ്കിലും അതോടൊപ്പം കൂട്ടിച്ചേർക്കേണ്ട ചില വസ്തുതകൾ കൂടിയുണ്ട്. അവരുടെ അധിനിവേശ താൽപ്പര്യത്തിൻ്റെയും മുസ്ലിം വിരോധത്തിൻ്റെയും പ്രത്യയശാസ്ത്ര പരിസരം കൂടി കൂട്ടിച്ചേർക്കുമ്പോൾ മാത്രമേ ആ വിശകലനം പൂർണ്ണമാവൂ. അതുകൂടി പരിഗണിച്ചുകൊണ്ട് അവർ വിത്തിട്ടുപോയ വെറുപ്പിനെ അപഗ്രഥിക്കുമ്പോഴാണ് യൂറോപ്യരുടെ ഭിന്നിപ്പിച്ച് നേട്ടമുണ്ടാക്കുക എന്ന നയത്തിൻ്റെ ആത്മാവെന്ത് എന്ന് മനസ്സിലാക്കാൻ കഴിയൂ. ഈ നയമാണ് അന്നും ഇന്നും എന്നുമുള്ള യൂറോപ്യൻ ലോകവീക്ഷണത്തിൻ്റെയും വ്യാപാര തന്ത്രങ്ങളുടെയും രാഷ്ട്രീയ വ്യവഹാരങ്ങളുടെയും എല്ലാം നട്ടെല്ല്. അന്താരാഷ്ട്ര സമൂഹം നേരിടുന്ന ഇസ്ലാമോഫോബിയയും പ്രാദേശിക തലത്തിൽ നാം അനുഭവിക്കുന്ന മലപ്പുറം വിരോധവുമെല്ലാം ഒരേ പ്രത്യയശാസ്ത്രത്തിൽ നിന്നും ഉണ്ടാവുന്നവയാണ്. യൂറോപ്പിൻ്റെ ഇസ്ലാം വിരോധം എന്ന പ്രത്യയശാസ്ത്രം.